ഇത് നിരവധി അത്ഭുതങ്ങളുടെ ഒരു പാറത്തോട്ടം. നിങ്ങൾ മലമ്പുഴ ഗാർഡൻസിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഇങ്ങോട്ടൊന്ന് വരണം. പ്രകൃതി ഭംഗി ആസ്വദിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടായ ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. മലമ്പുഴയിലെ റോക്ക് ഗാർഡനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഇത് നിരവധി അത്ഭുതങ്ങളുടെ ഒരു പാറത്തോട്ടം. ഇവിടെ എല്ലാ കലാസൃഷ്ടികളും അവശിഷ്ടങ്ങളിൽ നിന്നും നിർമ്മിച്ചതാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പാറത്തോട്ടം. മാലിന്യത്തിൽ നിന്ന് മനോഹരമായി കൊത്തിയെടുത്ത കലാസൃഷ്ടികളുടെ ഒരു വലിയ ശേഖരം മലമ്പുഴ റോക്ക് ഗാർഡനിലുണ്ട്. പ്രശസ്ത ശില്പി നെക് ചന്ദ് സൈനി വിഭാവനം ചെയ്ത് രൂപകൽപ്പന ചെയ്ത ഈ പൂന്തോട്ടം ടിന്നുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, പൊട്ടിയ ടൈലുകൾ, വളകൾ, കല്ലുകൾ തുടങ്ങിയ ഉപേക്ഷിക്കപ്പെട്ട സ്ക്രാപ്പ് വസ്തുക്കൾക്ക് വീണ്ടും ജീവൻ നൽകുന്നു. മലമ്പുഴ ഗാർഡനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററും പാലക്കാട് ടൗണിൽ നിന്ന് 11 കിലോമീറ്ററും അകലെയാണ് ഈ സ്ഥലം. കേരളത്തിൻ്റെ കലയും സംസ്കാരവും അടങ്ങിയ നിരവധി രൂപങ്ങൾ ഇവിടെ കാണാം. കഥകളി, തെയ്യം, കളരിപ്പയറ്റ്, വള്ളംകളി, മഹാബലി ഇവയെല്ലാം ശില്പരൂപത്തിലൂടെ ഇവിടെയുണ്ട്. ഈ റോക്ക് ഗാർഡൻ 1996 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ഇത് ഇന്ത്യയിലെ മനോഹരമായ മനുഷ്യനിർമ്മിത അത്ഭുതങ്ങളിൽ ഒന്നാണ്. പാലക്കാടുകാരുടെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന കവയിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. പിന്നെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയായി പ്രകൃതി ഭംഗി ആസ്വദിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടായ തെക്കേ മലമ്പുഴയും കണ്ട് മലമ്പുഴ ഗാർഡൻസിലെ റോപ്പ് വേയിലും കയറിയ ശേഷമാണ് ഞങ്ങൾ ഈ റോക്ക് ഗാർഡനിൽ എത്തിയത്. നിങ്ങൾ മലമ്പുഴ ഗാർഡൻസിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഇങ്ങോട്ടൊന്ന് വരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്